എന്താടാ, അവളെയും കെട്ടിപ്പിടിച്ച് കിടക്കുകയാണോ? പുറത്തു നിന്നും ആക്രോശം. ശിവനും ചൈതന്യയ്ക്കും ഒന്നും മനസ്സിലായില്ല. ഞങ്ങൾ വാതിൽ ചവിട്ടിപ്പൊളിക്കണോ അതോ തുറക്കുന്നോ? ഇനി താമസിച്ചാൽ കുഴപ്പമാണെന്ന് ശിവന് മനസ്സിലായി. ചൈതന്യയോട് മുറിയുടെ മൂലയിലേക്ക് മാറി നിൽക്കുവാൻ പറഞ്ഞ ശേഷം അവൻ വാതിൽ തുറന്നു. അതേ സെക്കൻഡിൽ ചില്ലറകത്തേക്ക് ചാടിക്കയറി 4 സംഘം. ഇതുവരെ എന്തെടുക്കുകയായിരുന്നടാ? ഞായറാഴ്ച ദിവസമെന്ന് പറയുന്നത് മജീദാദയ്ക്ക് കപ്പം കൊടുക്കേണ്ട ദിവസമാണെന്ന് അറിഞ്ഞുകൂടെ? ശിവന് കാര്യം മനസ്സിലായി. അവൻ 100 രൂപയെടുത്ത് അവർക്ക് കൊടുത്തു. കപ്പം തീരുമാനിക്കുന്നത് നീയാണോടാ? ഒരുവൻ ശിവന്റെ ഷർട്ടിൽ പിടിച്ചുയർത്തി. വില കുറഞ്ഞ ആ തുണി കീറിപ്പോയി. എടുക്കടാ, 1000 രൂപ കൂടി. ദൈവത്തെ ഓർത്ത് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. ജീവിക്കാൻ മാർഗമില്ലാതെ നട്ടം തിരിയുകയാണ് ഞങ്ങൾ. അത് കേട്ട് അവർ ഉച്ചത്തിൽ ചിരിച്ചു. പുതിയ താമസക്കാർ വന്നാൽ 1000 രൂപയാണ് കപ്പം. ഇവിടെ നീ വാതിൽ തുറക്കാൻ താമസിച്ചതിനാൽ 100 രൂപ പലിശയും. ഞങ്ങളുടെ കയ്യിൽ പണമില്ല. ഇതിൽ ഭേദം ഞങ്ങളെ അങ്ങ് കൊല്ലുന്നതാണ്. അതിനും ഞങ്ങൾക്ക് മടിയൊന്നുമില്ലടാ കൊച്ചനെ. തുടർന്ന് അവർ ചൈതന്യയുടെ നേരെ തിരിഞ്ഞു. അന്ന് രാത്രിയിൽ രക്ഷപ്പെട്ടത് നിൻ്റെയൊന്നും മിടുക്കുകൊണ്ടാണെന്ന് വിചാരിക്കേണ്ട. ഒരു ദിവസം നിന്നെ ഞങ്ങൾ പൊക്കുമടി, മജീദ് ദാദയുടെ കിടപ്പറയിലേക്ക്. അത് കഴിഞ്ഞ് ദാദയും ഞങ്ങളും തൊടാത്ത പെണ്ണുങ്ങളെ ഈ തെരുവിലില്ലടി. ഇപ്പോൾ ദാദ സ്ഥലത്തില്ലാത്തത് നിന്റെ ഭാഗ്യം. തൻ്റെ തോൽ അടർന്നു പോകുന്നത് പോലെ തോന്നി ശിവന്. തൻ്റെ മുന്നിൽ വെച്ച് ഇവന്മാർ തൻ്റെ പെണ്ണിനോട് എന്തൊക്കെയാണ് പറയുന്നത്? അവരുടെ പല്ലുകൾ അടിച്ചു പറിക്കാനുള്ള ആവേശമുണ്ടായി അവന്. പക്ഷേ ക്ഷമിച്ചു. ഇവരോട് ഏറ്റുമുട്ടാനുള്ള ശക്തി തനിക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. അപ്പോൾ ഇവിടെ പണമൊന്നുമില്ല അല്ലേടാ? ശിവൻ തലയനക്കി. നോക്കടാ, നേതാവ് മറ്റുള്ളവരോട് കൽപ്പിച്ചു. അവർ തിരച്ചിൽ ആരംഭിച്ചു. ചൈതന്യയുടെ ഇടനെഞ്ചു പിടഞ്ഞു. മാല വിറ്റ് കിട്ടിയ വകയിലെ 1400 രൂപയോളം ഇനി ഇരിപ്പുണ്ട്. അതിവർ കണ്ടാൽ കൂടുതൽ ചിന്തിക്കേണ്ടി വന്നില്ല. അതവർ കണ്ടു കഴിഞ്ഞു. നേതാവിൻ്റെ കണ്ണുകൾ കുറുകി. ഒരു കുറുക്കൻ്റെ ഭാവത്തിൽ അയാൾ ശിവനെ നോക്കി. നീ എന്താണ് പറഞ്ഞത്? പണമില്ലെന്നല്ലേ? ശിവൻ ശബ്ദിച്ചില്ല. ദയവ് ചെയ്ത് നിങ്ങളുടെ വീതം എടുത്തിട്ട് ബാക്കി ഇങ്ങ് തരണം. ചൈതന്യ കൈകൂപ്പി. നേതാവ് വല്ലാത്തൊരു ഭാവത്തിൽ ചിരിച്ചു. ഞങ്ങളുടെ കയ്യിൽ കിട്ടിയത് തരാനോ? പ്ലീസ്. അയ്യോ, ഇംഗ്ലീഷ് പറയാതെ. പിന്നെ നിനക്കാണോ പണത്തിന് ബുദ്ധിമുട്ട്? ചോദിക്കുന്നത് കിട്ടുന്ന സമയമല്ലേ? അവർ തിരിഞ്ഞു നടന്നു. ഒപ്പം ശിവന്റെ മുഖമടച്ച് ശക്തമായ ഒരടി വീണു. നീ ഞങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കും അല്ലേടാ നായേ? അവൻ്റെ കണ്ണിലൂടെ പൊന്നിച്ച പറന്നു. മുഖം അമർത്തിപ്പിടിച്ച് അവൻ ഭിത്തിയിൽ ചാരി നിന്നു പോയി. അവർ പോയി കഴിഞ്ഞപ്പോൾ ചൈതന്യ ഓടി ശിവന്റെ അടുത്തെത്തി. മോനെ. ശിവൻ കരയുകയായിരുന്നു. ഞാൻ എല്ലാത്തിനും കാരണം. ചൈതന്യ സ്വയം പഴിച്ചു. എൻ്റെ ഈ സൗന്ദര്യമില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചിട്ട് ഒറ്റ മാർഗമേ കാണുന്നുള്ളൂ. ഞാനങ്ങ് മരിക്കുക. അല്ലെങ്കിൽ എല്ലാവരും കൂടി എൻ്റെ കുട്ടനെ കൊല്ലും. എന്നെയും കടിച്ചു കീറും. എൻ്റെ പെണ്ണെ. അവൻ അവളുടെ വായ പൊത്തി. നീ അങ്ങനെയൊന്നും പറയരുത്. നിനക്ക് ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീയില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ? മരിക്കുന്നെങ്കിൽ നമുക്ക് ഒന്നിച്ചാകാം. അതും അഭിമാനത്തോടു കൂടി തന്നെ. അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അടുത്ത ദിവസം രാവിലെ ശിവൻ പിരിവണ്ടി വലിക്കാനായി പോയി. ഇറങ്ങും മുൻപ് അവൻ ചൈതന്യയോട് പറഞ്ഞു. എനിക്ക് ആകെ പേടിയാ നിന്നെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോകാൻ. ചേട്ടൻ സമാധാനിക്ക്. എന്നെ ആരും ഒന്നും ചെയ്യില്ല. അഥവാ അതിനാരെങ്കിലും മുതിർന്നാൽ. അവൾ വെട്ടുകത്തി എടുത്ത് കാണിച്ചു. ശിവന് ആശ്വാസമായി. തൻ്റെ പെണ്ണിന് ധൈര്യമായി തുടങ്ങി. ശിവൻ്റെ ഒപ്പം വിജയരാജനും പിടിവണ്ടിയുടമയുടെ അടുത്ത് ചെന്നിരുന്നു. വണ്ടി സൂക്ഷിക്കണം കേട്ടോ, ഉടമ മുന്നറിയിപ്പ് കൊടുത്തു. അതുപോലെ പണിയുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയണ്ട. വാടക കൃത്യമായും കിട്ടിയിരിക്കണം. അങ്ങനെ ചെയ്യാം. അവൻ വണ്ടിയിൽ തൊട്ട് വന്നിച്ചു. കൈകൾക്ക് തരിപ്പുണ്ടായി. ചെയ്ത് ശീലമില്ലാത്ത ജോലിയാണ്. ഉദ്ഘാടനം നന്നായിരുന്നു. കമലയുടെ വീട്ടിലേക്ക് 2 ചാക്ക് അരിയാണ് ആദ്യം കൊണ്ടുപോയത്. വേശ്യയുടെ കൈനീട്ടം. അവർ 10 രൂപ കൊടുത്തു. അവനത് വാങ്ങി. തൻ്റെ കണ്ണുകൾ കൊണ്ടും ചൂണ്ടുകൊണ്ടും മൊത്തം കൊടുത്തിട്ട് കീശയിൽ തിരുക്കി. ഇടയ്ക്കിടെ ഓരോ ജോലികൾ. അവൻ തളർന്നു പോയി. എങ്കിലും പിടിച്ചു നിന്നു. തളരാൻ പാടില്ല. തളർന്നാൽ നഷ്ടമാകുന്നത് 2 ജീവിതങ്ങളാണ്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനെത്തിയ ശിവന്റെ ക്ഷീണം കണ്ട് ചൈതന്യയ്ക്ക് സങ്കടം വന്നു. അവൾ കിഴിച്ചുണ്ട് കടിച്ചു വിതുമ്പി. ഛേ, എന്താ മോളെ ഇത്? അവൻ ചിരിക്കാൻ ശ്രമിച്ചു. ഒക്കെ നമ്മൾക്ക് വേണ്ടിയല്ലേ? എന്നാലും വേണ്ട, പറയണ്ട. എൻ്റെ മോള് ചേട്ടനെ കൂടി കരയിക്കരുത്. വൈകിട്ട് വണ്ടി മടക്കി കൊടുത്തിട്ട് തിരികെ എത്തിയ ശിവന്റെ കീശയിൽ 25 രൂപയുണ്ടായിരുന്നു. അധ്വാനത്തിൻ്റെ പ്രതിഫലം. സംതൃപ്തിയോടെ അവൻ അത് ചൈതന്യയെ ഏൽപ്പിച്ചു. ഒരു തുടക്കം. ഇനി ഇങ്ങനെ കിട്ടുന്ന പണം കൊണ്ടുവേണം നിത്യവൃത്തി കഴിയുവാൻ. അവൻ കൊണ്ടുവരുന്ന പണം സൂക്ഷിച്ച് ചിലവഴിച്ച് അവൾ ഭക്ഷണമുണ്ടാക്കി. അവൻ വരുവാനായി കാത്തിരിക്കും. പിന്നെ ഇരുവരും സംതൃപ്തിയോടെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കും. ജീവിതത്തിന് ഒരു പുതിയ താളം കൈവരികയായിരുന്നു. എന്നാൽ ഒരു ദിവസം രാവിലെ വണ്ടിയെടുക്കാൻ ചെന്ന ശിവനോട് ഉടമ പറഞ്ഞു. നിങ്ങൾക്ക് ഇനി വണ്ടി തരാൻ പറ്റില്ല. വിശ്വാസം വരാത്ത പോലെ ശിവൻ അയാളെ നോക്കി. അതെ, സത്യമാണ്. ഞാൻ തെറ്റ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ തന്നുകൂടുന്നാണ് ആൽബർട്ട് മുതലാളിയുടെ ഉത്തരവ്. ശിവന്റെ നട്ടലിനുള്ളിൽ ഒരു പിടച്ചിൽ. താനും ചൈതന്യയും അയാളെ അഭയം പ്രാപിക്കാഞ്ഞതിനുള്ള പക.
പിന്നീട് ഒന്നും പറയാതെ ശിവൻ അവിടെ നിന്നും തിരികെ പോന്നു. വിവരം പറഞ്ഞപ്പോൾ ചൈതന്യ അവനെ സാന്ത്വനിപ്പിച്ചു. മോൻ വിഷമിക്കാതെ, ദൈവം എന്തെങ്കിലും ഒരു വഴി കാട്ടിത്തരാതിരിക്കില്ല. ഇടി വെട്ടിയവൻ്റെ തലയിൽ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞതുപോലെ അന്ന് തന്നെ അശനിപാതം പോലെ റൗഡി രാമു അവിടേക്ക് കടന്നു വന്നു. ശിവൻ ജോലി ചെയ്തുണ്ടാക്കിയതിൽ ചൈതന്യം മിച്ചം പിടിച്ചിരുന്ന പണം അയാളും കൊണ്ടുപോയി. അശരണരായി ഇരുവരും ഇരുന്നു. ഇനി ഒറ്റ പൈസ പോലുമില്ല. എങ്ങനെ ജീവിക്കും? നാളെ ഞായറാഴ്ചയുമാണ്. മജീദാദയുടെ ഗുണ്ടകൾ ചുങ്കം പിടിക്കാനെത്തും. വൈകിട്ട് വിജയരാജൻ എത്തിയത് എല്ലാ വിവരങ്ങളും അറിഞ്ഞിട്ടാണ്. ഒപ്പം മറ്റൊരു വാർത്ത കൂടി അവൻ അവരെ അറിയിക്കുകയും ചെയ്തു. നിങ്ങളെ യാതൊരു തരത്തിലും സഹായിക്കരുതെന്ന് ആൽബർട്ട് മുതലാളി എനിക്ക് മുന്നറിയിപ്പ് തന്നിരിക്കുന്നു. അവൻ്റെ സംസാരത്തിൽ നിന്നും ആ നിസ്സഹായാവസ്ഥ വ്യക്തമാവുകയായിരുന്നു. അന്ന് രാത്രിയിൽ ശിവനും ചൈതന്യവും ഉറങ്ങിയതേയില്ല. രാവിലെ വേട്ടക്കാരെ പോലെ മജീദാദയുടെ ആൾക്കാർ എത്തും. അപ്പോഴിനി എന്തൊക്കെയാവും ഉണ്ടാവുക? പെട്ടെന്ന് ചൈതന്യയുടെ മനസ്സിൽ വെളിച്ചമുണ്ടായി. കമലയോട് സഹായം തേടിയാലോ? ആ വിവരം അവൾ ശിവനോട് പറഞ്ഞു. വേണ്ട, അവൻ പെട്ടെന്ന് അഭിപ്രായപ്പെട്ടു. പിന്നീട് അവർ പറയുന്നത് നമ്മൾ അനുസരിക്കേണ്ടി വരും. പിന്നെ എന്താണൊരു വഴി? കുറേ നേരമായി ശിവൻ സ്വയം ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യവും അതുതന്നെയായിരുന്നു. രാത്രിയിൽ തെരുവിലൂടെ വാഹനങ്ങൾ ഓടുന്ന ശബ്ദം ഇരുവരും കേട്ടു. തൊട്ടടുത്ത മുറിയിൽ വരെ അനക്കം. എല്ലായിടത്തും മാംസക്കച്ചവടം നടക്കുകയാണ്. അവരുടെ നിശ്വാസങ്ങൾ ഉയർന്നു. ശിവനോ ചൈതന്യമോ പിന്നീട് പരസ്പരം ഒന്നും മിണ്ടിയില്ല. പ്രഭാതത്തെ അവർ ഭയന്നു. അവസാനം എന്നത്തെയും പോലെ അടുത്ത പ്രഭാതം വന്നു. ഒപ്പം താഴെ ഒരു വാഹനം ബ്രേക്ക് ചെയ്യുന്ന ശബ്ദവും ഉണ്ടായി.